പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഉള്ള ഭക്ഷണം തയ്യാറാക്കലാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പതിവ് പോലെ രാവിലെ തീ കത്തിച്ച് അരി അടുപ്പത്തിടാനായി വെള്ളം വെച്ചു. അരി കഴുകി ഇട്ട് ആ കാടിവെള്ളം ഞാനോർത്ത് ചെടികൾക്കങ്ങ് ഒഴിക്കാമെന്ന്. കുറച്ച് റോസാ ചെടിയും മറ്റ് അതുവിധം ചെടികളൊക്കെ കുറച്ച് മാത്രമുണ്ട്. പിന്നെ അതിനൊരു വെള്ളം ഒഴിക്കാനായി പോയി. കാടിവെള്ളം നല്ല വളമാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം. അതുകൊണ്ട് ഞാൻ കാടിവെള്ളവും നമ്മൾ ചായ അരക്കുന്നതിൻ്റെ തേയിലയും അതൊക്കെ നല്ല വളമാണ്. അതൊക്കെ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ധാരാളം പൂക്കളുണ്ടാകും. പിന്നെ വന്നപ്പം കാപ്പിപ്പൊടി അധികമില്ലായിരുന്നു. ഈ കാപ്പിപ്പൊടി പൊടിക്കാനായിട്ട് ഞാൻ കാപ്പിയരി വറുത്തെടുത്തു. അതിന് ശേഷം രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കി. രാവിലെ ചപ്പാത്തിക്ക് ആട്ട കുഴക്കുകയാണ്. അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നേരം മാറ്റി വെച്ചേക്കും ഒന്ന് മയപ്പെടാൻ. അങ്ങ് മർദ്ദവമായിക്കോളും. എല്ലാവർക്കും അറിയാമല്ലോ. ഈ യൂട്യൂബിലെ ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടു, ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ആരോടോ ദേഷ്യം തീർക്കാനായിട്ട് ഇങ്ങനെ അടിച്ച് കുഴയ്ക്കാൻ. അപ്പം ശരിക്കും മർദ്ദം ഉണ്ടായിക്കോളും. എന്തിനാപ്പാ ആ പണിക്ക് പോകുന്നത്? മറ്റുള്ളവരോടുള്ള ദേഷ്യം നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ട ഈ ആഹാരത്തോട് കാണിക്കുന്നത് എന്തിനാ? ഇത് നന്നായി കുഴച്ചിട്ട് മാറ്റി അടച്ചു വെച്ചാൽ പോരെ? അത് മർദ്ദവും ആയിക്കോളത്തില്ലേ? അത് മറ്റുള്ളവരോട് ദേഷ്യം തീർക്കുന്ന ഈ ആഹാരത്തിൽ അവരുടെ ആ ദേഷ്യം അലിയിപ്പിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് എന്തിനാ വിടുന്നത്? അതുകൊണ്ട് ഞാനങ്ങനെ ആ ടിപ്സ് ഒന്നും ഞാൻ പരീക്ഷിക്കുന്നില്ല. ഞാനിതുപോലെ ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ചിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കുക. ഇത് 1 മണിക്കൂർ നേരം ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം ഉണ്ടാക്കാം. മുട്ടക്കറിക്ക് വേണ്ടി 3 മുട്ട പുഴുങ്ങാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിലാകുമ്പോൾ എളുപ്പമുണ്ട് പുഴുങ്ങിയെടുക്കാൻ. ഇതെൻ്റെ ചേച്ചി എനിക്ക് കൊണ്ടു തന്നതാണ്. ഒത്തിരി ഉപകാരമുള്ളൊരു സാധനമാണിത്. കിട്ടുമെങ്കിൽ ഇവിടെങ്ങാനും കിട്ടുമെങ്കിൽ വാങ്ങിച്ച് നോക്ക്. ഇല്ലാത്തവർ വളരെ ഉപകാരമുള്ളതാണ്. പെട്ടെന്ന് മുട്ട പുഴുങ്ങിയെടുക്കാം. മുട്ടക്കറിക്ക് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. പനിയാണ് കൂട്ടുകാരെ, ശരിക്കും പനിയുണ്ട്. എന്നിട്ട് നിൽക്കാൻ വയ്യ, അതുപോലെ പനിയാണ്. പക്ഷെ ഒരു പണിക്കാരൻ വരുമെന്ന് പറയുന്നു. അതിക്ക് ആഹാരം കൊടുക്കണം. അതിനായിട്ടാണ് വയ്യെങ്കിലും ചെയ്യുന്നത്. കടുകിടാൻ മറന്നു. ഇന്നിങ്ങനെ കഴിയും. വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് സവാള അരിഞ്ഞ് വെക്കുന്നത്. ഞാനൊരു 1.5 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് സ്വല്പം ഉപ്പ്
പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴങ്ങണം. അതിനു വേണ്ടി അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. ചെറുതീയിൽ വെച്ച് ഇതിൻ്റെ വഴന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലകളെല്ലാം ചേർക്കും. മസാല എടുത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കാം. മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ സവാള എല്ലാം വഴറ്റി വെച്ചു. അതിൻ്റെ കൂടെ തക്കാളിപ്പഴം ഇടാനും ഞാൻ വിട്ടുപോയായിരുന്നു. പിന്നെ തക്കാളിപ്പഴം കൂടെ അരിഞ്ഞിട്ട് പിന്നെ മസാലയായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയ ശേഷം ഇനിയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി സവാളയും എല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഒന്ന് തിളച്ചാൽ മതി. ഒന്ന് തിളച്ച് കഴിയുമ്പം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മുട്ട നന്നായി പുഴുങ്ങി എടുത്തിട്ടുണ്ട്. 3 മുട്ട. ഇതിനി പൊളിച്ച് വേഗം തൊലിയൊക്കെ ആണെങ്കിൽ ആ ഇത് വെച്ച് പൊടുങ്ങുമ്പം വേഗം തൊലി ഇളകി വരും. കണ്ടോ, പെട്ടെന്ന് തൊലി ഇളകി വന്നു. ഇതാന്ന് പറയുന്നതിന് മുമ്പേ തൊലി ഇളകും. അതേസമയം മറ്റേ നമ്മൾ തിളപ്പിച്ച് വേവിക്കുമ്പോൾ തൊലി ചിലപ്പം തോടെ പറ്റിപ്പോവും. പെട്ടെന്ന് ഇതാന്ന് പറയുന്നതിന് മുമ്പേ ഇളകി വന്നു കഴിഞ്ഞു. കണ്ടോ, വേഗം പൊളിച്ചെടുക്കാം. വേഗം പൊളിച്ചെടുക്കാം. ഇതൊന്ന് കഴുകി എടുക്കേണ്ടി വന്നിട്ട് കത്തി കൊണ്ട് വരയിട്ട് കൊടുക്കും. കറിക്കകത്തോട്ട് മുട്ടയിട്ട് എല്ലാം കൂടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ചാറ് പോകുമ്പോൾ വാങ്ങി വയ്ക്കും. അങ്ങനെ കറിയെല്ലാം വെന്ത് വാങ്ങി വെച്ചു. ഇനിയും ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കുറേയേറെ പരത്തി വെച്ചു. പിന്നെ ചപ്പാത്തിയുടെ തവയെടുത്ത് തീയെ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായിട്ടുണ്ട്. ഇനി പരത്തി വെച്ച ചപ്പാത്തി ഓരോന്നും ഇട്ട് ചുട്ടെടുക്കാം. ഇപ്പം പണിക്കാരൻ വന്ന് പറഞ്ഞേക്കാം, ഞാൻ വരുന്നില്ല, ഇന്ന് പണി ഇല്ല, പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ കള്ളടിച്ചിട്ടുണ്ട്, എനിക്ക് പണി ചെയ്യാൻ വയ്യ. എന്ത് ചെയ്യും? ഇപ്പം വന്ന് പറഞ്ഞേക്കുന്നു ഇനി നാളെ വരുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് കുറച്ച് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ആട്ടയെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോരൻ വെക്കാനായിട്ട് 2 ക്യാപ്സിക്കം ഉണ്ട്, അതെടുത്ത് 2 പച്ചമുളകും ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അത് തോരൻ വെക്കാൻ അരിയാൻ തുടങ്ങുകയാണ്. ഇത് നേരെ പിളർത്തിയിട്ട് അതിൻ്റെ അകത്ത് വൈറ്റ് ഭാഗമുണ്ട്, അതെല്ലാം എടുത്ത് കളയണം. അത് എടുത്ത് കളഞ്ഞ് കഴുകിയൊന്ന് വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ടുവരാം. ഇതുണ്ട്, ഈ ഭാഗമായി എടുത്ത് കളയണമെന്ന് പറഞ്ഞ് ഇതുണ്ട്. എന്നിട്ട് ചെറുതായി ഇങ്ങനെ കീറി അങ്ങ് അരിയണം.
ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട തോരൻ വെക്കുന്നതിന്. പെട്ടെന്ന് അങ്ങ് അവിയുന്ന ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട് ഇതിനകത്ത്. ഞാൻ അരിഞ്ഞെടുക്കട്ടെ. ഒരു ചായ അനത്തി കുടിക്കണമെന്ന് തോന്നി. പനിയൊക്കെയല്ലേ, അപ്പോൾ എനിക്ക് തോന്നി ഒരു ചായ ഇപ്പം അനത്തിയാണ്. അതിന് നേരം 12 മണി നേരത്ത് ഞാൻ ഈ ചായ അനത്തുകയാണ്. പനിയൊക്കെ ആയത് കാരണം ചായ അനത്തി കുടിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ഓർത്തു ഉച്ചയായാലും വേണ്ട വേല ഒരു ചായ അനത്താമെന്ന് വിചാരിച്ച് ചായക്ക് പാലും വെള്ളവും കൂടെ അടുപ്പത്തിട്ടതാണ്. അങ്ങനെ ചായ തിളച്ചു. ഇനിയും തോരൻ വയ്ക്കാൻ പോവുകയാണ്. തോരൻ വയ്ക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നു. കൂടെ വറ്റൽമുളക്, കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളകും അതിനുശേഷം നന്നായി ഇളക്കി വഴറ്റുക. ആ വഴറ്റിയ സവാളയുള്ളിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കിയൊന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച ശേഷം വെള്ളം വേണ്ട, ഒന്ന് സ്പൂണ് കൊണ്ട് അമർത്തി വെച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുക. ചെറുതീയിലിരുന്ന് വേകട്ടെ. തോരനെല്ലാം വെന്ത് പറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.